कक्षा 8वीं। बात उस मंगलवार की। समाज में कुछ ऐसे लोग हैं जो अपने लिए नहीं दूसरों की भलाई के लिए जीते हैं। पढ़ें एक डॉक्टर की डायरी। बात उस मंगलवार की। रमणी अटकुरी ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ആദിവാസി മേഖലകളിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന സേവന സന്നദ്ധയായ डॉक्टर। आज मंगलवार है और मैं अचानकमार अभयारण्य छत्तीसगढ़ में बसे बामिनी गांव में हूँ। अपने 5 साथियों के साथ 65 किलोमीटर चलकर मैं यहाँ पहुँची हूँ। यहाँ हम हफ्ते में एक दिन क्लिनिक चलाते हैं। അഭയാരണ്യ വൈൽഡ് സാങ്ച്വറി। ഒരു ചൊവ്വാഴ്ച ദിവസം ഡോക്ടർ രമണി അട്കുരിയും 5 കൂട്ടാളികളും ഛത്തീസ്ഗഡിലെ അചാനക്മാർ വൈൽഡ് സാങ്ച്വറിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബാമിനി ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഈ ഗ്രാമത്തിൽ എത്തിച്ചേരാൻ ഇവർക്ക് 65 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ടി വന്നു. ഈ ബാമിനി ഗ്രാമത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം പാവപ്പെട്ട निर्धनराय रोगिकൾക്കായി सौजन्य चिकित्सा നടത്തി വരുന്നു. अचानकमार के सुंदर घने जंगलों से गुजरते हुए कई झरने नाले पार करके हम यहाँ पहुँचे हैं। बरसात का मौसम। मनियारी नदी में पूरा पानी और नदी पर पुल नहीं. മനോഹരമാണ് ഇടതൂർന്ന കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര. झरने नाले, വെള്ളച്ചാട്ടങ്ങളും അരുവികളും തോടുകളും. മഴക്കാലം. പാലം പോലുമില്ലാത്ത മനിയാരി നദി. നദി നിറയെ വെള്ളം. हमने जीप को इस पार खड़ा किया, अपने रजिस्टर उपकरण वगैरह सर के ऊपर उठाए और नदी पार की. कमर कमर तक पानी. രജിസ്റ്ററും മറ്റു ഉപകരണങ്ങളും തലയിൽ ചുമന്നുകൊണ്ട് നദി മുറിച്ചു കടക്കുകയാണ്. അരയ്ക്കൊപ്പം വെള്ളം. बरसातों में जब नदी नाले उफान पर होते हैं तो कई गांव एक दूसरे से कट जाते हैं. नदी पार करने के बाद 3 किलोमीटर और चलना पड़ा. जब तक हम क्लिनिक पहुंचे पसीने पसीने हो गए. ഉഫാൻ, വെള്ളം പൊങ്ങുന്ന അവസ്ഥ. മഴക്കാലത്ത് നദികളിലും തോടുകളിലും വെള്ളം പൊങ്ങുന്നു. ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. നദി മുറിച്ച് കടന്ന് വീണ്ടും 3 കിലോമീറ്റർ യാത്ര കൊടുങ്കാട്ടിലൂടെ. ക്ലിനിക്കിലെത്തുമ്പോഴേക്കും ക്ഷീണിച്ചിരുന്നു. പസീനെ പസീനെ ഹോന, വിയർത്ത് കുളിച്ച് ക്ഷീണിച്ച് അവശരാവുക. 11:30 बजे जब हम क्लिनिक पहुंचे तो अच्छी खासी भीड़ हमारा इंतज़ार कर रही थी. इंतज़ार करना, കാത്തിരിക്കുക. 11:30 മണിയോടെ ഡോക്ടറും കൂട്ടാളികളും ക്ലിനിക്കിൽ എത്തിച്ചേർന്നു. സാമാന്യം ഭേദപ്പെട്ട ഒരാൾക്കൂട്ടം ഡോക്ടറെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. कई गांवों से लोग आते हैं, अभयारण्य के अंदर और बाहर दोनों जगहों से. പല ഗ്രാമങ്ങളിൽ നിന്നും എത്തിച്ചേർന്നവർ, പാവപ്പെട്ട രോഗികൾ. 5 बजे तक तेज बारिश शुरू हो गई. कनत्ता मजा और अभी भी कुछ मरीज देखने बाकी हैं. आज हमने 17 मरीज देखे. 70ഓളം രോഗികളെ ഞങ്ങൾ പരിശോധിച്ചു. ഇനിയും നോക്കാൻ ബാക്കിയാണ്. अब तक अंधेरा बहुत गहरा हो गया है और बारिश भी मूसलधार है. मूसलधार बारिश, कनत्ता मजा. हम अपनी जीप तक तो नहीं पहुंच पाएंगे. रात यहीं रुकना पड़ेगा. ജീപ്പിനടുത്തെത്താൻ നിർവാഹമില്ല. രാത്രി ഇവിടം തങ്ങിയേ പറ്റൂ. हम चूल्हे के पास बैठकर गरम दाल चावल और साग का भोजन करते रहे. साग, വെജിറ്റബിൾ. അടുപ്പ് കത്തിച്ച് ചൂടുള്ള ചോറും ദാലും പച്ചക്കറികളും ചേർത്തുള്ള स्वादिष्टമായ ഭക്ഷണം. गरम भोजन कितना स्वादिष्ट लग रहा है. दिन भर की मेहनत और बरसात की हल्की ठंडक में तो
ये और भी स्वादिष्ट हो गया है. ठंडक, തണുപ്പ്, പകൽ മുഴുവനുള്ള കഠിനാധ്വാനം, യാത്രാക്ഷീണം, തണുപ്പ്, ഭക്ഷണം വളരെ ഹൃദ്യമായി അനുഭവപ്പെട്ടു. मेरे काम का एक बड़ा हिस्सा इन बेचारों की स्थितियों को समझना है. ഈ പാവങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുക എന്നത് രമണി അഡ്കുരിയുടെ ജോലിയുടെ ഭാഗം തന്നെയായിരുന്നു. कई मरीजों को इंजेक्शन पर बड़ा विश्वास होता है, इतना कि अगर केवल गोलियां दी जाएं तो उन्हें लगता ही नहीं कि उनका इलाज हो रहा है. പലർക്കും വേണ്ടത് ഇഞ്ചക്ഷനാണ്. അവർ ഇഞ്ചക്ഷൻ ആവശ്യപ്പെടുന്നു, ഗുളിക പോരാ. तो उन्हें समझाना पड़ता है कि ज़्यादातर इंजेक्शन महंगे तो हैं और गैर ज़रूरी भी होते हैं. गैर ज़रूरी ആവശ്യമില്ലാത്തത്, ഇഞ്ചക്ഷൻ ആവശ്യമില്ലാത്തതും ഇവ വില കൂടിയതാണെന്നും ഡോക്ടർ ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. आज के ज़माने में कई लोग सोचेंगे कि एक डॉक्टर का ये सब काम तो नहीं. घने जंगलों के बीच सफ़र करना, पैदल नदी पार कर गरीब लोगों का इलाज करना, ऐसे लोगों का जो फीस भी नहीं दे सकते, बिना लाइट पंखे के बीच जंगल में एक कच्ची झोंपड़ी में मरीजों को देखना, ज़मीन पर सोना, क्या ये सब एक पढ़ा लिखा डॉक्टर करता है? ചിലർക്കെങ്കിലും തോന്നിയേക്കാം. കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര, വെള്ളത്തിലിറങ്ങി നടന്ന് നദി മുറിച്ചു കടക്കുക, കറണ്ടും വെളിച്ചവുമില്ലാത്ത ക്ലിനിക്കിലിരുന്ന് രോഗികളെ പരിശോധിക്കുക, നിലത്ത് കിടന്നുറങ്ങുക, ഇതൊക്കെ ഒരു ഡോക്ടർ ചെയ്യേണ്ടതുണ്ടോ? ചിലർക്കെങ്കിലും തോന്നിയേക്കാം. मुझसे कई लोग पूछते हैं कि शहर में मेरा क्लिनिक कहाँ है. मेरा जवाब होता है कि मेरा क्लिनिक शहर में नहीं है, यही जंगल के बीच ये सभी मेरे क्लिनिक है. പലരും ഡോക്ടറോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ, ടൗണിൽ എവിടെയാണ് നിങ്ങളുടെ ക്ലിനിക്ക്? മറുപടി, എനിക്ക് ടൗണിൽ ക്ലിനിക്കേ ഇല്ല, ഈ കാടിൻ നടുവിലാണ് എൻ്റെ ക്ലിനിക്. मुझे इसी तरह का डॉक्टर बने रहना है, यही काम मुझे अच्छा लगता है और इसी काम का मुझे रोज़ इंतज़ार रहता है. എനിക്ക് പാവങ്ങളുടെ ഡോക്ടറായാൽ മതി, പാവങ്ങളെ സേവിക്കുക, പാവങ്ങളെ ചികിത്സിക്കുക, അതിലൂടെ ലഭിക്കുന്ന സന്തോഷം. യഹി കാം മുझे अच्छा लगता है, എനിക്കിതാണ് സന്തോഷം തരുന്ന കാര്യം. और इसी काम का मुझे रोज़ इंतज़ार रहता है, ഇതാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത്.